അതിനു മുൻപ് ശ്രീ അരുൺകുമാർ അദ്ദേഹത്തിന്റെ ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധമില്ലാതെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. ആരുടെയൊക്കെയോ മുടി മുറിച്ചതോ വീടിന് കല്ലെറിച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ മുടി മുറിച്ചതും കല്ലെറിഞ്ഞതിലും മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തണ്ട. ഞാൻ ഒന്ന് രണ്ട് കേസുകൾ പറയാം. അതായത് കായംകുളത്ത് വെച്ച് ഇവരുടെ ഒരു സഖാവ് കൊല്ലപ്പെട്ടു. ആ സഖാവ് കൊല്ലപ്പെട്ട കേസിനകത്ത് ഇവർ അപ്പോൾ തന്നെ പറഞ്ഞു എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞു. ഇപ്പോ ആ കേസിന്റെ അന്വേഷണമെല്ലാം പുരോഗമിച്ചപ്പോൾ ഇവർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ കോൺഗ്രസിന്റെ കൗൺസിലറെ കോടതി കുറ്റവിമുക്തനാക്കുകയും മാത്രമല്ല അന്ന് ഇവരുടെ തന്നെ നേതാവായിരുന്ന CPM-ന്റെ നേതാവായിരിക്കുന്ന ജി സുധാകരൻ പറഞ്ഞതുപോലെ അത് ബ്ലേഡ് മാഫിയ നടത്തിയ കൊലപാതകമാണ് തെളിയിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എനിക്കതിനെ യോജിപ്പില്ല. ഞാനതിന് യോജിക്കുന്നു. കൊല്ലത്ത് ചിതറയിൽ ഒരു 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 വൃദ്ധനായ മനുഷ്യൻ കൊല്ലപ്പെട്ടു. ഒരു പാർട്ടി സഖാവാണ്. ആ ആള് കൊല്ലപ്പെട്ടപ്പോൾ ഉടനെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചുപോയ മനുഷ്യനാണ്. അദ്ദേഹമാണ് വന്നിട്ട് പറഞ്ഞത് എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന്. പിന്നീട് ആ കൊല്ലപ്പെട്ട വൃദ്ധനായ മനുഷ്യന്റെ സഹോദരൻ തന്നെ പറഞ്ഞു ഈ വൃദ്ധനായ മനുഷ്യൻ അയാളൊരു കപ്പ കച്ചവടക്കാരനാണ്, ചീനി കച്ചവടക്കാരനാണ്, അതുമായി ബന്ധപ്പെട്ട കച്ചവട തർക്കത്തിന്റെ പേരിലാണ് അയാൾ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാവുന്ന ഒരു കേസ് വെഞ്ഞാറമൂട്ടിൽ നടന്ന ഇരട്ട കൊലപാതകം. വെഞ്ഞാറമൂട്ടിൽ ഇരട്ട കൊലപാതകം ഉണ്ടായതിന് അന്ന് രാത്രിയിൽ തന്നെ പാതിരാ നാടകവുമായി CPM-ന് ഉന്നതരായ ഒരു നേതാവ് തന്നെ ഇറങ്ങി. പിന്നീട് നിങ്ങൾ അതിര് കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ കോളുമായി ചുറ്റിപ്പറ്റി ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഇറങ്ങുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന എന്താണ്? ആ അന്വേഷണം എവിടെ ചെന്നെത്തിയിരിക്കുന്നു? അതായത് ആരാണ് കൊന്നത്? ഇവർ ആരോപിച്ച ആളുകളാണോ കൊന്നത്? അല്ല, ഇവർ തന്നെ കൊന്നതാണ് എന്ന് വരുത്തി തീർക്കുന്നു. അപ്പൊ അതുകൊണ്ട് മുടി മുറിച്ചതിനെ പറ്റി പറയുമ്പോൾ തലമുറിച്ചതിനെ പറ്റിയിട്ടുള്ള ഉദാഹരണങ്ങൾ ശ്രീ അരുൺകുമാർ വിസ്മരിച്ചു പോകരുത്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പിന്നീട് ഏതെങ്കിലും കെട്ടിടം തകർത്തതിനെ പറ്റിയിട്ടുള്ള ഉദാഹരണമാണ് അങ്ങേക്ക് വേണ്ടതെങ്കിൽ P. കൃഷ്ണപിള്ള ആലപ്പുഴയില് CPM-ന് തന്നെ ആദ്യകാല നേതാക്കന്മാരിലെ പ്രമുഖനായ സഖാവ് ശ്രീ P. കൃഷ്ണപിള്ള, ആ P. കൃഷ്ണപിള്ളയുടെ സ്മാരകം, ആ സ്മാരകം ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിറ്റേ ദിവസം ശ്രീ VS അച്യുതാനന്ദൻ ആ സ്മൃതി മണ്ഡപം കാണാനായിട്ട് വന്നു. VS അച്യുതാനന്ദനോട് അങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ആ വിരൽ ചൂണ്ടിയ ആള് പിന്നീട് പ്രതിയാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആ ആളെ പിന്നീട് CPM-ന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കുറ്റവിമുക്തരാക്കുവാൻ വേണ്ടി നടത്തിയ ഒരുപാട് നാടകങ്ങളുമെല്ലാം കണ്ട നാടാണ് കേരളം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിഷയത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാം. ഈ വിഷയത്തിനകത്ത് കേരളം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലങ്ങളിലൊന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ ശശീന്ദ്രനാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇതുപോലൊരു രാഷ്ട്രീയ അശ്ലീലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാകുവാനും പോകുന്നില്ല. ഇത്രയും കഴിവുകെട്ടൊരു മന്ത്രി, അയാളുടെ കാലഘട്ടത്തിൽ നിരന്തരമായി കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി സാധാരണക്കാരായ മനുഷ്യന്മാരെ ആന ചവിട്ടിക്കൊല്ലുന്നു, എറിഞ്ഞു കൊല്ലുന്നു, പുലി കടിച്ചു കൊല്ലുന്നു. അങ്ങനെ നിരന്തരമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴും ആന നാട്ടിലിറങ്ങിയതിന് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന മയക്കുവെടി, ആനയ്ക്ക് വെച്ച മയക്കുവെടി സ്വയം കൊണ്ട രീതിയിൽ മന്ദതയിൽ നടക്കുന്ന കഴിവുകെട്ടവനും നിഷ്ക്രിയനുമായൊരു മന്ത്രി നിർത്തി അവമാനിക്കുവാണെന്ന് അയാളുടെ കഴിവുകേടിനപ്പുറം ഗുരുതരമായ ഒരു സംഭവം അയാൾ ഇന്നലെ പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന? ഞാൻ വായിക്കാം. ഇന്നലെ ഉണ്ടായ സംഭവം ദാരുണവും വേദനാജനകവുമാണ്. പ്രശ്നം അറിഞ്ഞപ്പോൾ മുതൽ അത് വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും പ്രതിഷേധങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ UDF-ഉം BJP-യും ശ്രമിക്കുന്നത്. ഇപ്പോൾ വനം വകുപ്പ് ഒരിടത്തും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഫെൻസിംഗ് കെട്ടാറില്ല. നിലമ്പൂരിലെ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടിയ അവസരമായി ഉപയോഗപ്പെടുത്തിയതാണ് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കിയതെന്ന് സംശയമുണ്ട്. പ്രദേശവാസികൾ പറയുന്നത് രാവിലെ അവിടെ ഫെൻസിംഗ് ഇല്ലായിരുന്നു എന്നാണ്. വൈകിട്ടാണ് ഫെൻസിംഗ് വന്നത്. ഉടമസ്ഥന് ഫെൻസിങ്ങിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തായിരുന്നു ലക്ഷ്യം? ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചിന്തയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും നിലപാട്. ആ നിലപാട് തിരുത്തപ്പെടണം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വനവകുപ്പ് മന്ത്രിയായ ശ്രീ ശശീന്ദ്രനാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ആ ശശീന്ദ്രനോട് പറയുന്നു, ഇന്ന് അയാൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താണ്? ഞാൻ അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഒരു ഗൂഢാലോചനയെ പറ്റി ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഈ മന്ത്രി എന്ന് പറയുന്ന അശ്ലീലം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ മന്ത്രിയുടെ അശ്ലീല നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാചകം എന്താണ്? ഇതൊരു ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നിഷ എന്തായിരിക്കണം ഗൂഢാലോചന? അപ്പൊ ഇയാൾ തന്നെ അതിന്റെ ദുസ്സൂചനകൾ വെക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു ഫെൻസിംഗ് രാവിലെ ഇല്ലായിരുന്നു. മുതലാളി ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. വൈകുന്നേരമാകുമ്പോൾ പെട്ടെന്ന് ഫെൻസിംഗ് വരുന്നു. ആ ഫെൻസിങ്ങിനെ മുതലെടുക്കും ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചുകുട്ടി
കൊല്ലപ്പെടുന്നു. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഈ ഫെൻസിംഗ് കൊണ്ടുവന്ന് കെട്ടി ആ കൊച്ചുകുട്ടി അവിടേക്ക് എത്തി കൊലപ്പെടുത്തിയത് പ്രതിപക്ഷമാണ് എന്ന ദുസ്സൂചനയല്ലേ ഈ അശ്ലീലമായ മന്ത്രി അയാളുടെ മലിനമായ നാക്കുകൊണ്ട് മലീമസമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് അയാൾ എന്നിട്ട് പറയുന്നത് എന്താണ്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല. ഞാൻ പറയട്ടെ, ഈ മന്ത്രി ഇന്ന് ഈ രാഷ്ട്രീയ അശ്ലീലം ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശശീന്ദ്രൻ പറഞ്ഞാലോ, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നോ ബുദ്ധിസ്ഥിരതയില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ദൃശ്യമാധ്യമങ്ങളുള്ള കാലത്ത്, സമൂഹ മാധ്യമങ്ങളുള്ള കാലത്ത്, ആ കാലത്ത് ഇതുപോലൊരു മന്ത്രി വന്ന് താൻ തലേ ദിവസം പറഞ്ഞ വാക്കുകൾ ആ വെർബാറ്റം പൊതുസമൂഹത്തിന് മുന്നിലുള്ളപ്പോ അതിനെ തള്ളി പറയുന്നത് എത്ര വലിയ രാഷ്ട്രീയ അശ്ലീലമാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അവസാനിക്കുന്നില്ല. ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ, ഒറ്റ കാര്യം കൂടെ, ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന്. ഇന്നത്തെ ദേശാഭിമാനി പറയാം. ദേശാഭിമാനി വരുന്ന ഒരു വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ല നമ്മൾ മനസ്സിലാക്കണം. മന്ത്രിയുടെ പ്രസ്താവനയായിട്ട് പറയുന്നു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയം. എന്നിട്ട് ഇയാൾ ഇളിച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടി ആ പത്രത്തിന്റെ 1-ാം പേജിൽ വെച്ചിരിക്കുന്നു. ഈ പത്രത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്ന് ഇവിടെ കുറച്ചു മുൻപ് ശ്രീ അരുൺകുമാറും പറഞ്ഞതായിട്ടാണ് എന്റെ ഓർമ്മ. കേട്ടതാണ്. ഈ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ, രാഷ്ട്രീയ ഗൂഢാലോചന പൊളിഞ്ഞു. അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, ദേശാഭിമാനി പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് എന്തടിസ്ഥാനത്തിൽ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? ചോദ്യം ഇങ്ങോട്ട് വേണ്ട, ചോദ്യം എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ പോലെ എഴുതാത്തത്. പന്നി അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ ബാഡ്ജ് കുത്തിക്കൊണ്ട് അവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു എന്ന് നിലമ്പൂർ നിൽക്കുന്ന എനിക്ക് വിവരങ്ങളുണ്ട്. പക്ഷെ ഞാനത് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാത്തത് എന്റെ പക്കൽ അത്തരത്തിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും ഇല്ല. സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ സജീവമായിരിക്കുന്ന കാലഘട്ടത്ത് ഇയാളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ എന്ത് തെളിവാണ് ശ്രീ അരുൺകുമാറിന്റെ ഉള്ളത്? എന്ത് തെളിവാണ് ദേശാഭിമാനിക്കുള്ളത്? ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ ഈ അസത്യമായ വ്യാജ പ്രചരണങ്ങൾ അദ്ദേഹത്തിൻ്റെതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് CPM സൈബർ ഇടങ്ങളിൽ ബഹിരിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്ന പച്ചക്കള്ളങ്ങളാണ്. ശ്രീ ശശീന്ദ്രനും ഈ മാന്യ അദ്ദേഹവും ഒക്കെ വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇദ്ദേഹം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഞാൻ കരുതി ശ്രീമതി നിഷ അതിൽ ഇടപെടുമെന്നാണ്. ഈ പഞ്ചായത്ത് പന്നികളെ വെടിവെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. 129 പന്നികളെ ഈ പഞ്ചായത്ത് വെടിവെച്ചിട്ടുണ്ടല്ലോ. ഇനി ഈ സംഭവം നടക്കുന്ന അതേ വാർഡിൽ 24 വെടികൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതൊന്നും അറിഞ്ഞിട്ടില്ലേ? അതോ ഈ എന്ത് കള്ളവും പറഞ്ഞൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുക എന്ന് പറയുന്ന പതിവ് ശൈലി ഇന്നും അനുവർത്തിക്കാമെന്നാണോ വിചാരിക്കുന്നത്? നമ്മുടെ മുന്നിൽ ഫാക്റ്റായി നിലനിൽക്കുന്ന കാര്യമാണ്. ഈ പഞ്ചായത്ത് 129 പന്നികളെ വെടിവെച്ചു. ഇനി മാത്രമല്ല ഇതേ വാർഡിൽ 24 തവണ വെടിവെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഡാറ്റയായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇത്രയേറെ മലയാളികളോട് പച്ചയ്ക്ക് കള്ളം പറയുന്നവന്മാർ ആര്? നിയമസഭ പട്ടാപ്പകൽ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും കാണുക തല്ലിപ്പൊളിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കള്ളന്മാർ, കാട്ടുകള്ളന്മാർ. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എന്ത് പറയാൻ കഴിയും ശ്രീമതി നിഷ? പിന്നെ അദ്ദേഹം എന്തോ പറയുന്നത് കേട്ടു, രാത്രിയിൽ തലയിൽ തോർത്തിട്ടുകൊണ്ട് ഞാൻ പോയി എന്ന്. ഞാൻ ശ്രീ PV അൻവറിന്റെ വീട്ടിൽ പോയതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഒരു തോർത്തും ഇട്ടിട്ടില്ല. അവിടെ കുറെ ആളുകൾ നിൽക്കുമ്പോൾ തന്നെയാണ് പോയത്. പിന്നെ PV അൻവറിന്റെ വീട്ടിൽ പോകുമ്പോൾ തലയിൽ തോർത്തിടണമെന്ന് നിയമമുള്ളത് അത് CPM-കാർക്കായിരിക്കും. നിങ്ങൾ പോയ ശീലത്തിന്റെ പേരിലായിരിക്കും. അത് പിണറായി വിജയൻ മുൻപ് പോയിട്ടുണ്ടല്ലോ. പിണറായി വിജയനൊക്കെ പോകുമ്പോഴായിരിക്കും അവിടെ തലയിൽ തോർത്തിട്ടുകൊണ്ട് പോകുന്നത്. ഞങ്ങൾ ആരും പോകുമ്പോൾ തലയിൽ തോർത്തിട്ടുകൊണ്ടൊന്നും പോകാറില്ല. എല്ലാവരും കാണുക തന്നെ അവിടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോഴാണ് ഞാൻ അവിടേക്ക് ചെല്ലുന്നത്. അത് വേറത്തെ വിഷയമാണല്ലോ. ഇനി ഞങ്ങളുടെ മുന്നണിയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇവർ 9 വർഷക്കാലം MLA ആയി എടുത്തു പൊക്കിക്കൊണ്ട് നടന്ന ഒരുത്തൻ, അയാളെ കാണാൻ പോകുന്ന ഇത്ര വലിയ നിന്ദ്യവും നീചവുമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇവർ തന്നെ പറഞ്ഞാൽ ഈ ആളുകൾ, ഈ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി അടക്കമുള്ള ആളുകൾ നാളുകൾ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. പറ്റില്ലായിരിക്കും, അതെനിക്കറിയില്ല. എന്തായാലും ആ പറ്റുമ്പോ അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാലും മറ്റു പാർട്ടിക്കാർ ഇത് തന്നെയല്ലേ പറയുക. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനകത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഇതിനകത്ത് ഗൗരവതരമായ വിഷയം എന്താണ്? ഗൗരവതരമായ വിഷയം എന്ന് പറയുന്നത്, ഒന്ന്, ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ നേരിടുന്നതിനകത്ത് ഈ സർക്കാർ പൂർണ്ണ പരാജയമായതിന്റെ മറ്റൊരു ഉദാഹരണമാണിത്. എന്തുകൊണ്ടാണ് ഈ വൈദ്യുതി കമ്പിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത്? അതായത് അവിടേക്ക് കാട്ടുമൃഗങ്ങൾ എത്തുമെന്ന് ഉറപ്പിന്മേലാണ്. ആ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് തടയുവാനായിട്ടുള്ള എന്ത് ശ്രമകരമായ ഉദ്യമമാണ് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. എല്ലാ ബഡ്ജറ്റിലും കേട്ടുകേൾവില്ലാത്ത കോടാനുകോടി രൂപ പ്രഖ്യാപിക്കാറുണ്ട്. എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ, ഇടയ്ക്കൊക്കെ എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് കൂടി നോക്കണം. ആ പണമൊന്നും ചെലവഴിക്കപ്പെടാറില്ല. കാട്ടാനകൾ എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്?
കാട്ടാനകൾ സയന്റിഫിക് ആയിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുണ്ടല്ലോ, കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒന്നാമത്തെ കാരണം വെള്ളം തേടിയിട്ടാണ്, കുടിക്കാനുള്ള വെള്ളം തേടിയിട്ടാണ്. ഈ കാട്ടിനകത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ റിസർവേഴ്സ്, വാട്ടർ റിസർവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വെള്ളം റീഫിൽ ചെയ്യാനുള്ള പണം പോലും നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത്? സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ.